ഞാൻ നിങ്ങളോടൊപ്പം പുനേറുളം സാന്നിധ്യം ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മളിപ്പോൾ ഇപ്രാവശ്യം ഒരു പുതിയ എപ്പിസോഡുമായാണ് കണ്ടുകൊള്ളുന്നത്. മഞ്ഞലോഹം അഥവാ സ്വർണത്തിന് ഇപ്പോൾ അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിട്ടുള്ള അവസ്ഥയാണ്. ഈ ഉയർന്ന വിലയിലും സ്വർണത്തിൽ നിക്ഷേപിക്കാമോ, അതല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കാമോ? സ്വർണം ഉയർന്ന നിലയിലെത്താൻ എന്താണ് കാരണം? സ്വർണത്തിൻ്റെ മുൻകാല ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്താം. 2000 ഇന്ത്യയിൽ ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഏകദേശം 4400 രൂപ മാത്രമായിരുന്നു. അതിശയിപ്പിക്കുന്ന കണക്കുകളാണ് സത്യത്തിൽ. എന്നാൽ അത് 2010 ഏതാണ്ട് 18500 രൂപയിലേക്ക് ഉയർന്നു. 2012 ഏകദേശം ഇരട്ടിയോളം ഉയർന്ന് 37,000-ഉം 2013 31,200-ഉം ആയിട്ട് മാറി. അപ്പോൾ സ്വർണത്തിലതിന് നല്ല കുതിച്ചയായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന് പല കാര്യങ്ങളുണ്ട്. സ്വർണം പരമ്പരാഗതമായി വാങ്ങുക, സൂക്ഷിക്കുക, ആഭരണമായിട്ട് വയ്ക്കുക, വീട്ടിലെടുത്ത് വയ്ക്കുക, കള്ളം കൊണ്ടുവന്നുള്ള പേടി വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പലരും ലോക്കറിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ലോക്കറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ലോക്കറിൽ അതിൻ്റെ കാശ് കൊടുക്കണം. അതും ലോക്കറിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ബാങ്ക് ഏറ്റെടുക്കില്ല. 2 പേരുടെ കയ്യിൽ ചാവി ഉണ്ടാവും, ഒന്ന് മാനേജറുടെ കയ്യിലും ഒന്ന് വിൽക്കുന്ന ആളുടെ കയ്യിലും. അവർ അതെന്താണെന്ന് നോക്കുന്നില്ല. അപ്പോൾ അതിനെന്താ എത്രയാണ് ഷോർട്ട് ഉണ്ട് അല്ലെങ്കിൽ ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സുരക്ഷിതമാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പം ഇങ്ങനെ സ്വർണം വെറുതെ ഒരു അസറ്റായിട്ട് വെച്ചിട്ട് അതിൽ കാര്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ മാറ്റമുണ്ടായി. സത്യത്തിൽ സ്വർണത്തിൻ്റെ മേലിൽ ട്രേഡിങ് നടന്നു തുടങ്ങി. ഈ ഡിമാറ്റ് അക്കൗണ്ടിലൂടെ സ്വർണം ETF രൂപത്തിൽ വാങ്ങാം, വിൽക്കാമെന്ന അവസ്ഥയായതോടുകൂടി സ്വർണത്തിൽ ട്രേഡ് തുടങ്ങിയപ്പോൾ സ്വർണത്തിന് വില വളരെ അതും ഒരു കാരണമാണ്. പക്ഷെ അത് മാത്രമല്ല, മറ്റെന്തൊക്കെ കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. സ്വർണത്തിനിങ്ങനെ കുത്തനെ വരാനുള്ള കാരണങ്ങൾ, അത് പ്രധാനമായും അതിൻ്റെ സേഫ്റ്റി, ഒരു സേഫ് ഹാവൺ ആണെന്നുള്ളത് കൊണ്ടാണ് തന്നെയാണ് ഏറെക്കുറെ. അപ്പം നമുക്ക് 2010 അതിൻ്റെ വില നമ്മൾ സൂചിപ്പിച്ചല്ലോ, 18,500 രൂപ 8 ഗ്രാം 24 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില മാറിയിട്ടുണ്ടായി. 2012 ഏകദേശം ഇരട്ടിയോളം ഉയർന്ന് 37,000 രൂപയിലെത്തി. 2013 31,200 ഉയർന്നു. നമ്മൾ സൂചിപ്പിച്ച കാര്യം തന്നെ. എന്നാൽ 2015 ആകുമ്പോഴേക്കും ചെറിയ ഇടിവ് നേരിട്ട് 18,952 താഴ്ന്നു. അവിടെയാണ് അതിൻ്റെ ട്രേഡിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റാണ് അവിടെ കാണുന്നത്. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു വൊളാറ്റിലിറ്റി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ചെറിയ തോതിലുള്ള വൊളാറ്റിലിറ്റി കൂടി കുറഞ്ഞു ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി, മുമ്പെങ്ങും ഇല്ലാത്ത പോലെ. അവിടെയാണ് അതിൻ്റെ ആ ഒരു ട്രേഡേഴ്സിന് വിൽക്കാനും വാങ്ങാനുള്ള ഒരു ചാരുത മറ്റ് ഷെയറുകളെ പോലെ ഇട്ടല്ല താനും. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം സ്വർണം ഒരു സുസ്ഥിരതയുള്ള നിക്ഷേപമായിട്ടാണ് ലോകമൊട്ടാകെ കണക്കാക്കുന്നത്. രാജ്യങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ചൈനയുടെ കൈവശമാണ് സ്വർണത്തിൻ്റെ കരുതൽ കൂടുതലുള്ളത്. എങ്കിലും വ്യക്തിപരമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൗതുകമുള്ള കാര്യം തന്നെയാണത്. കേരളീയർ തന്നെയാണ് സ്വർണം വാങ്ങിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലുള്ളത്. അത് സത്യത്തിലൊരു കൗതുകമുള്ള കാര്യം തന്നെയാണ്. ലോകത്തിൽ ശരിക്കും ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഈ മഞ്ഞലോകത്തിൽ താല്പര്യം കാണിക്കുന്നത്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. പിന്നെ നമ്മളുടെ കുറേ പരമ്പരാഗതമായ കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ കുട്ടികൾ ജനിക്കുമ്പോൾ അതല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്ക് മറ്റ് രീതിയിൽ ഗിഫ്റ്റ് കൊടുക്കുന്നത് പലരും സ്വർണം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പം മലയാളികളുടെ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളാണ് സ്വദേശത്തും വിദേശത്തുമായി ഇപ്പോൾ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികളാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ കാരണം മലയാളികൾ ഇതിൻ്റെ ഉപഭോക്താക്കളായതുകൊണ്ട് തന്നെ ആകണം.
കാലാകാലങ്ങളായി ഉണ്ടായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം, യുദ്ധങ്ങൾ, പ്രളയം, കോവിഡ് തുടങ്ങിയ മഹാമാരികൾ, ഇങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറിയ ചരിത്രമാണ് സ്വർണത്തിന് പറയാനുള്ളത്. മറ്റു കറൻസികൾ, ഡോളർ കൂടാതെ മറ്റു കറൻസികളും ഇടിയുമ്പോൾ സ്വർണം കരുത്താർജിക്കുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും ഡോളർ ഇടിയുമ്പോൾ സ്വർണത്തിന് അതിൻ്റെ ഒരു കരുത്ത് കാണിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയാറുണ്ട്. തന്നെയുമല്ല, സ്റ്റോക്ക് തകർച്ച നേരിടുമ്പോഴും സ്വർണം കൂടുതൽ കരുത്താർജിച്ച് തിളങ്ങി നിൽക്കുന്നതായി കണ്ടുവരാറുണ്ട്. സ്റ്റോക്ക് ഇടിയുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം? സ്റ്റോക്ക് ഇടിയുമ്പോൾ സ്വർണത്തിൽ നിന്ന് സ്റ്റോക്ക് പെട്ടെന്ന് വിറ്റൊഴിഞ്ഞ്, അതിൽ കൂടുതൽ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി വിറ്റൊഴിഞ്ഞ് ആ പണത്തിന് സ്വർണം വാങ്ങിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ടാണ് ട്രേഡ് തുടങ്ങിയപ്പോൾ ഈ സ്വർണത്തിൽ മാറ്റമുണ്ടായി, ഇൻവെസ്റ്റേഴ്സ് കൂടി, ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ സൂചിപ്പിച്ചല്ലോ. അതൊരു സേഫ് ഹാവൻ തന്നെ ആയിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. സ്വർണം ഇപ്പോൾ വാങ്ങാൻ കഴിയുമോ? ദുബായ് ഗിസൈസിലുള്ള ഒരു സുഹൃത്ത് നിസ്സാറ് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കണ്ടപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്, സ്വർണത്തിൽ സത്യത്തിൽ ഇപ്പം നിക്ഷേപിക്കാൻ കഴിയുമോ? ഇത്രയും 76,000 രൂപക്ക് ഒരു പവനായിട്ട് നിൽക്കുമ്പോൾ ഇത്ര ഉയർന്ന വില സ്വർണം വാങ്ങിക്കുന്നത് കൊണ്ട് ആർക്കാണ് സത്യത്തിൽ നേടാം? അത് സ്വർണ്ണ വ്യാപാരികൾക്കല്ലേ? അത് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വാസ്തവത്തിൽ അതൊരു ശരാശരിക്കാരന് ന്യായമായ ആശങ്കയാണ്. എന്നാൽ അതിന് മറ്റു ചില മാനദണ്ഡങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. മറ്റ് അസറ്റുകളിൽ ഒന്നായ ഷെയറുകൾ പോലെ വലിയ തോതിൽ വൊളാറ്റിലിറ്റി അഥവാ ഉയർച്ച താഴ്ചകൾ ഉണ്ടാക്കുന്നതല്ല സ്വർണം. സ്റ്റോക്ക് മാർക്കറ്റ് പലപ്പോഴും വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വളരെ ഉയർച്ച കൈവരിച്ച ഒരു സ്റ്റോക്ക്, ഉദാഹരണത്തിന് ഇൻഡസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് ഒരു സുപ്രഭാതത്തിൽ ഇടിഞ്ഞ് 1642 നിന്ന് 665 പതിച്ചു. ഇത് വലിയ തോതിലുള്ള നഷ്ടം ആൾക്കാർക്ക് ഉണ്ടാകും. ഇത് ഒറ്റ സ്റ്റോക്കിൻ്റെ കാര്യമില്ല, പല സ്റ്റോക്കുകളുടെയും ഓരോരോ വാർത്തകൾ വരുമ്പോൾ, യുദ്ധമാവട്ടെ മറ്റ് പ്രതിസന്ധികളാവട്ടെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ അമേരിക്കയുടെയൊക്കെ ചുങ്കത്തിൻ്റെ നയങ്ങളാവട്ടെ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് ആളുകൾ വിറ്റൊഴിയും, സ്റ്റോക്ക് വിറ്റൊഴിയും. അത് നിക്ഷേപകരല്ല സത്യത്തിൽ വിറ്റൊഴിയുന്നത്. നിക്ഷേപകർ നല്ല സ്റ്റോക്കുകൾ വാങ്ങേണ്ട, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അതുപോലെ അവരതിൽ കൂടുതൽ വാങ്ങിക്കാൻ നോക്കുകയോ നിലനിൽക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ട്രേഡേഴ്സ് ഓപ്ഷൻ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാകും, അവർക്ക് വിറ്റൊഴിയാണ്ടിരിക്കാൻ പറ്റില്ല, അത് ലിവറേജ് എടുത്തിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അത്തരക്കാർക്ക് നഷ്ടപ്പെടും വരും. അതുകൊണ്ടാണ് ഈ ട്രേഡിങ്ങിന് പരമാവധി നിൽക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ LIC പോലുള്ള, അതല്ലെങ്കിൽ വിദേശങ്ങളിലാണ് ഇപ്പോൾ എമിറേറ്റ്സ് ബാങ്ക്, പല സ്ഥാപനങ്ങളും അമേരിക്കയിൽ നിന്നുള്ള പല കമ്പനികളും, ഇവരൊക്കെ വാങ്ങിക്കുമ്പോൾ അവരത് ഒരു നിശ്ചിത ശതമാനം നഷ്ടത്തിലാകുമ്പോഴേക്കും വിറ്റൊഴിഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അവർ കൂടുതൽ നഷ്ടം വരുത്താൻ നിൽക്കില്ല. പക്ഷേ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും കൂടുതൽ നഷ്ടം വരുത്തുന്നുണ്ടെന്നാണ് സെബി പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലിവറേജ് എടുത്തിട്ടുള്ള ട്രേഡിങ് ചെയ്യാതിരിക്കുക, സ്വന്തം കാശുകൾ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കുക, നല്ല മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കുക, ETF വാങ്ങിക്കുക, അത് ലാഭം കിട്ടാൻ വയ്ക്കുക. അതായിരിക്കും സാധാരണക്കാരൻ്റെ ഒരു ശരാശരി സ്ട്രാറ്റജി വിജയിച്ച് കണ്ടുവരുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഇത് നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ കാര്യം നമ്മൾ 1642 665 പതിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് 2025 മാർച്ച് 11 ഈ ചുരുങ്ങിയ നിലവാരത്തിലെത്തിയത്. 2025 മാർച്ച് 11 ചുരുങ്ങിയ നിലവാരത്തിലെത്തിയത്. ഇനിയിപ്പോൾ അത് ഒരു അടുത്ത കാലത്തൊന്നും പഴയ നിലവാരത്തിലേക്ക്, അതായത് 642 എത്തുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. അങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ അവസ്ഥ. അപ്പോൾ പെട്ടെന്ന് വിറ്റൊഴിഞ്ഞാൽ വലിയ നഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അത് വിൽക്കുന്നത്. അതല്ലെങ്കിൽ പരമാവധി ബാങ്ക് സ്റ്റോക്കുകളൊക്കെ കുറയ്ക്കുന്നതല്ലേ. യെസ് ബാങ്കിനൊക്കെ സംഭവിച്ചാൽ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് സ്റ്റോക്കുകൾ കുറയ്ക്കുന്നത് ലാഭം കിട്ടാൻ നല്ലതാണ്, പക്ഷെ കുറയ്ക്കുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും വാർത്തകൾ എടുത്താൽ ബാങ്ക് പൊളിയിൽ കുറവാണ്, പക്ഷെ ബാങ്കിൻ്റെ ഷെയർ വാല്യൂ വളരെ കുറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അത് അത്രയും കുറഞ്ഞത് എന്നുവെച്ചാൽ നിക്ഷേപകൻ്റെ പണം
മുടങ്ങിക്കിടക്കും. ഇത് സംഭവിക്കുന്നത് അത് വിൽക്കുന്നില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, അതവിടെ മുടങ്ങിക്കിടക്കുക ചെയ്യുക. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, എടുക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, അത്യാവശ്യക്കാരാണെങ്കിൽ വിറ്റാൽ ഉദാഹരണത്തിന് വേണേ 6 ലക്ഷത്തിന് മേടിച്ച ഷെയർ ചിലപ്പോൾ അത് 3 ലക്ഷത്തിന് വിൽക്കേണ്ടതായിട്ട് വരും. പകുതി കാശ് പോലും കിട്ടില്ല. കാരണം അത് വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് അത്യാവശ്യമുള്ള കാശ് നമ്മൾ ഈ സ്റ്റോക്കുകളിൽ കൊണ്ട് ഇടാൻ പാടില്ല. അത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു താഴ്ന്ന അവസ്ഥയിൽ എത്തിയിട്ട് അതിൻ്റെ ആ ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു പിരമിഡിങ് ടൈപ്പിൽ നിക്ഷേപിച്ചുകൊണ്ട് ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇട്ടേണ്ടത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടത്. എലീറ്റ് വേവ്സ്, പിന്നെ അതുപോലെ തന്നെ ഈ കണ്ടമാനം സ്ട്രാറ്റജികളുണ്ട്. ഈ സീറോദയാണെങ്കിൽ തന്നെ അതുപോലെ സ്ട്രീക്കാണെങ്കിൽ കണ്ടമാനം സ്ട്രാറ്റജികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ, അതുപോലെ തന്നെ ഒരുപാട് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ടുള്ള കുറച്ച് ചാർട്ടുകളുണ്ട്. അപ്പോൾ അത് ഒരു താഴെ നിലവാരത്തിൽ എത്തി വന്നിട്ട് അതിൽ നിന്നൊരു സസ്റ്റൈനബിലിറ്റി നിലനിർത്തിക്കൊണ്ട് അത് പിന്നീട് ഉയർന്നു വരുന്ന ഒരവസ്ഥയുണ്ട്. ആ ഉയർന്നു വരുന്ന അവസ്ഥയിലാണ് എടുക്കേണ്ടത്. അത് സെല്ലേഴ്സ് ആണെങ്കിൽ അത് താഴോട്ട് ഒരു നിശ്ചിത ലെവലിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അവർ സെൽ ചെയ്യാനും തുടങ്ങും. ഈ ഒരു സ്ട്രാറ്റജി ശരിക്കും പഠിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യരുത്, ട്രേഡ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആരെങ്കിലും വണ്ടി ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി എടുത്തിട്ട് ഓടിക്കുമോ? അത് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുപോലെ തന്നെയാണത് നീന്തം പഠിക്കാണ്ട് നീന്താൻ ഇറങ്ങരുതെന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണത്തിനോട് നമ്മൾ സ്വർണ്ണത്തെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടൊന്ന് സ്വർണ്ണത്തിനോട് അഥവാ മഞ്ഞ ലോകത്തിനോട് ആളുകൾക്ക് ഇത്രയും മുഹബത്ത് കൂടുന്നതിൻ്റെ രഹസ്യം. കൂടുതൽ സ്വർണം ധരിച്ച മണവാട്ടിമാരോടാണ് മണവാളന്മാർക്കും മുഹബത്ത് കൂടുന്നത്. സ്വർണം അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുകയാണെങ്കിലും ഇടയ്ക്കിടെ കുറേശ്ശെ കുറഞ്ഞുകൊണ്ടിരിക്കും. ചെറിയ വൊളാറ്റിലിറ്റി ഇതിലുണ്ട്. അപ്പോൾ അത് ട്രേഡേഴ്സിൻ്റെ ഒരു ഇടപെടലാണ് കൂടുതലായിട്ട് അത് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലെങ്കിലും ഇതും കൂടി കുറഞ്ഞിരിക്കും, പക്ഷേ ചെറിയ തോതിലുണ്ടാവുള്ളൂ. നമുക്ക് 2025 ഏപ്രിൽ 20 നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇപ്പോഴത്തെ വില പവന് 76,264 രൂപയാണ്. ഗ്രാമിനാകട്ടെ 9,533. ചെറിയ താഴ്ചകൾ ഉണ്ടാകുമ്പോൾ സ്വർണ്ണ ETF-കൾ ബൈ ഓൺ ഡിപ്പ് രീതിയിൽ വാങ്ങിക്കുന്നത് ഗുണം ചെയ്യും. വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടുള്ള ഏതൊരാൾക്കും സ്വർണ്ണ ETF-കൾ വാങ്ങിക്കാൻ കഴിയും. HDFC ഗോൾഡ് ETF, ICICI ഗോൾഡ് ETF, SBI ഗോൾഡ് ETF, ഇങ്ങനെ അതുപോലെ തന്നെ വേറെ കുറെ ബാങ്കുകളുടെ ഉണ്ട്, ആക്സിസ് ബാങ്ക് മുതലായൊക്കെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അത് നമുക്ക് കാശ് നഷ്ടപ്പെടില്ല. സ്വർണത്തിൻ്റെ വിലയുടെ അടിസ്ഥാനപരമായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഒരു പവൻ വാങ്ങിക്കാൻ കാശില്ല, അതല്ലെങ്കിൽ 1 ഗ്രാം വാങ്ങിക്കാൻ കാശില്ലാത്ത ഒരു സാധാരണക്കാരനും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ചെറിയ തോതിൽ നമുക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ രീതിയിലാണ് ഇത് മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 7,000 രൂപ ഒന്നും കൊടുക്കണ്ട. അത് ചിലപ്പോൾ ഒരു 100-നോ 99-നോ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നല്ല ഒരു മെത്തേഡാണ്. നമുക്കതിൽ ഭയപ്പെടാനില്ല. മാർക്കറ്റ് അതിൻ്റെ സ്റ്റെബിലിറ്റിയിൽ നിൽക്കും. മാർക്കറ്റ് കുറഞ്ഞെന്നുള്ള ഒരു സെബി എന്ന് പറയുന്ന ഒരു ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഡിജിറ്റൽ ഗോൾഡ്, സോവറിൻ ഗോൾഡ് ആണെങ്കിൽ ഗവൺമെൻറ് നിർത്തിയിരിക്കുകയാണ്. അതിന് ഇനി വന്നതിന് ശേഷം മാത്രമേ അതിലേക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ മറ്റ് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ETF ഡിജിറ്റൽ ഗോൾഡിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഈ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു മെത്തേഡ് ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ETF വാങ്ങുക. മറ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്ക് സുഖമാണില്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞാൽ ETF വാങ്ങുക, വിൽക്കുക. ചെറിയ ഒരു ബ്രോക്കറേജ് മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ചെറിയ തോതിലുണ്ടാവും, അത് കൊടുക്കേണ്ടതായിട്ട് വരും. അത്രയൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ മറ്റ് വഴിക്ക് സ്വർണ്ണം വാങ്ങുന്നതിനേക്കാളും ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കണം നല്ലതാണ്, ആഭരണങ്ങൾ വാങ്ങിക്കുന്ന പോലെ. അപ്പം അതിനെക്കുറിച്ച് അതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇതുപോലെ ETF-കളൊക്കെ തന്നെ ചെറിയ പോർഷനായിട്ട് വാങ്ങിക്കാൻ കഴിയുമെന്ന് സൂചിച്ചല്ലോ. അതേസമയം ആഭരണ രൂപത്തിൽ സ്വർണം വാങ്ങുന്നത് അബദ്ധമാണ്. വളരെ ഉയർന്ന തോതിലുള്ള പണിക്കൂലിയാണ് ഇവർ വാങ്ങിക്കുന്നത്. 1 ഗ്രാം വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ 1/2 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 30% വരെയൊക്കെ കാശ് കൊടുക്കും. നമുക്കൊക്കെ പലപ്പോഴും ഇവിടെ ദുബായിലൊക്കെ അനുഭവം ഉണ്ടാകുന്ന പറഞ്ഞാൽ 270 രൂപയൊക്കെ ഏകദേശം 1 ഗ്രാമിന് വിലയുള്ള സമയത്ത് അവരതിന് 40 ദിർഹം ഒക്കെയാണ് 1 ഗ്രാമിന് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 10 ഗ്രാമിന് 14-40 400 രൂപയായി. ചിലതിനൊക്കെ അതിലും കൂടുതലുണ്ട്. അപ്പോൾ അത്രയും കാശ് അവർക്ക് കൊടുക്കണം. ഇതാണ് അവരുടെ ലാഭം. ഈ പണിക്കൂലി
സാധാരണ പണിക്കാരെ കൊണ്ട് ചെറിയ കാശിന് പണിയെടുപ്പിച്ചിട്ട് സ്വാഭാവിക ചാർജ്, പലതും മെഷീൻ കട്ട് സാധനങ്ങളാണ് വരുന്നത്, അതെല്ലാം മാനുവലല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയ ചാർജ് ഉണ്ടാവുള്ളൂ. ഒരു 10 രൂപക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം ഒരു ഗ്രാമിന്. പക്ഷെ ഒരു ഗ്രാമിന് 10 രൂപ കൊടുക്കണതിന് പകരം അവർ 50 രൂപ 40 രൂപ ഒക്കെ ആവറേജ് മേടിച്ച് കഴിഞ്ഞാൽ എത്ര ലാഭം ഉണ്ടാകും? അതാണ് അവരുടെ ലാഭം. നമ്മൾ ബിസിനസ്സിന് മോശമാക്കി പറയില്ല, കുറ്റമായിട്ട് പറയില്ല. നിങ്ങൾക്ക് അങ്ങനെ ആഭരണം വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം, അത് അവരുടെ ബിസിനസ്സാണ്. പക്ഷേ അത് ചിന്തിച്ചുകൊണ്ട് അതൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. അതിനാണ് നമുക്ക് ഇത്തരം ഗോൾഡ് ETF-കളുള്ളത്. അല്ലാതെ അതല്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് കോയിൻ രൂപത്തിലൊക്കെ വാങ്ങിക്കാം. ഫിസിക്കൽ ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല. അതിൻ്റെ സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അത് വിൽക്കുമ്പോൾ അതിൻ്റെ ടാക്സ് കൂടുതൽ സ്വാഭാവികമായിട്ടും വരും. പിന്നെ മൊത്തത്തിൽ അതത്ര ലാഭകരമല്ല നമുക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടു നടക്കാം. ഇത് നമുക്കൊരു വിരൽത്തുമ്പിലിരുന്നിട്ട് സ്വാഭാവികമായിട്ടും വിൽക്കാൻ വാങ്ങിക്കുക ചെയ്യാം. അതാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. മറ്റ് ട്രേഡിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഇങ്ങനെ നിക്ഷേപങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഗുണകരമായിരിക്കുന്നതാണ് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ പണിക്കൂലിയാണ് വലിയ വില്ലൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ പണിക്കൂലി വെച്ചിട്ടാണ് ഇവർ ഈ ഇതൊക്കെ ചെയ്യുന്നത്. ഇഷ്ടംപോലെ ഈ ഒരു ആഭരണത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ചാർജാണ്, അവർ പറഞ്ഞ ചാർജാണ്, നിയതമായ രൂപങ്ങളില്ല അതിന്. അപ്പോൾ അഥവാ ഇതിന് വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ അവർ ഇതിൻ്റെ പണി വളരെ മികച്ചതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണെന്ന് അവരെ മെല്ലെ മനഃശാസ്ത്രപരമായിട്ട് മനസ്സിലാക്കിയെടുക്കും. ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ എനിക്കിത് വേണം ഇത് വേണം എന്ന് പറയുന്നതുകൊണ്ട് അവരതിൻ്റെ സ്വാഭാവികമായിട്ടും റേറ്റ് കൂട്ടും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. സ്വർണത്തിൽ നിക്ഷേപം മാത്രമല്ല, ട്രേഡും നടത്താൻ ഇപ്പോൾ ധാരാളം അവസരങ്ങളുണ്ട്. സിമ്പിളായി വില കുറയുന്ന മുറയ്ക്ക് വാങ്ങി കൂട്ടുക. ഒറ്റയടിക്കല്ല, പല തവണയായിട്ട് വില കുറവുള്ളൂ. അപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ട് ഒരു ദിവസം തന്നെ പല റേഞ്ചിൽ വിൽപ്പന നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കുറഞ്ഞ റേഞ്ച് നോക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിലക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് എന്നിട്ട് എല്ലാം കൂടി ഒന്നിച്ച് കൂടിയ വിലക്ക് വിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സിറോദ പോലെയുള്ള അല്ലെങ്കിൽ GTT സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇടയ്ക്ക് പറഞ്ഞോണ്ട് ഞാൻ ഒരു ബ്രോക്കേഴ്സിനെയോ അതല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കമ്പനിയോ അതിൻ്റെ സ്റ്റോക്കിനോ ഷെയറിനെ ഒന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് അവരുമായിട്ട് നമ്മളെ ഒരു വിധ ടൈപ്പും ഇല്ല. പക്ഷേ റിസർച്ചിങ്ങിന് പല ബാങ്കുകളും നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് നമ്മളൊന്നിനും പേരെടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഏതാണ് മാർക്കറ്റിൽ നല്ലത് തോന്നുമ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് സ്റ്റഡി ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രോക്കറേഴ്സിനോടോ ഇതിൻ്റെ വിദഗ്ധന്മാരോട് ചോദിച്ചിട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ള പോലെ 10-20 വർഷത്തിലധികം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്ക് മാർക്കറ്റിലെ എക്സ്പീരിയൻസും ഇപ്പോൾ സിറോദ, ICIC അതുപോലെ തന്നെ DBFS ഇവരൊക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിലൂടെ അതിലുള്ള പ്ലാറ്റ്ഫോമുകളിലുള്ള റിസർച്ചിലൂടെയും മാർക്കറ്റിലുള്ള മറ്റ് റിസർച്ചിലൂടെയൊക്കെ കൂടിയിട്ട് നമുക്ക് 4-5 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ കാണാം MSCയുടെ 4-5 സർട്ടിഫിക്കറ്റുകൾ, ചാർട്ട് പാറ്റേൺ, അതുപോലെ ടെക്നിക്കൽ അനാലിസിസ്, ഇതൊക്കെ ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ പഠിക്കുമ്പോഴാണ്. ഇപ്പോൾ എലിയറ്റ് വേവ്സ് ആണെങ്കിലും ഓരോരോ മെത്തേഡുകൾ അതൊന്നും അധികം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് അതറിയാവുന്നതുപോലെ തന്നെ ബോളിഞ്ച് ബാൻഡ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിതിൽ മനസ്സിലാക്കി വെക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ സൂപ്പർ ട്രെൻഡ് ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം അത് ഒരു ന്യൂസ് റിഡൺ മാർക്കറ്റിൽ അത് വർക്കൗട്ട് ആവില്ല. സാധാരണ ഒരു മാർക്കറ്റ് റണ്ണിങ്ങിലെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, വാർത്ത സമുദായ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമൽ പോകുമ്പോൾ മാത്രമേ ഇത്തരം ചാർട്ട് പാറ്റേണുകളാണെങ്കിലും ഇത്തരം ടെക്നിക്കൽ ഇതൊക്കെ വർക്കൗട്ട് ആവുള്ളൂ. മറിച്ച് ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മെത്തേഡുകൾ മാറും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ട്രേഡ് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് സംശയം ചോദിക്കാവുന്നതാണ്. കഴിയാവുന്നതിനനുസരിച്ചിട്ടൊക്കെ മറുപടി തരാൻ പറ്റും. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ എഴുതണം, പ്രോത്സാഹിപ്പിക്കണം. ഇത്രയൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. പിന്നെ നമ്മളിതിൽ പറയാൻ മാറ്റിവെച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്വർണത്തിന് ഇത്ര ത്വരിതഗതിയിൽ ഇത്ര തോതിൽ ഉയരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയിൽ നിന്ന് ട്രംപിൻ്റെ തലതിരിഞ്ഞ എന്ന് പറയുന്നതിൽ തെറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഈ തലതിരിഞ്ഞ ഈ നികുതി നയങ്ങളാണ്. അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള സ്റ്റുഡൻസിനെ വരെ കയറ്റി അയക്കുക. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപും അദ്ദേഹത്തിൻ്റെ ആളുകളും വിചാരിക്കുന്നത് എന്ത് ആണെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ നികുതി കുറവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നികുതി കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. ഇതൊക്കെയാണ് ചില മസ്ക് പോലുള്ള ആളുകൾ ഉപദേശിക്കുന്നതാണെന്ന് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ചൈനയിൽ നിന്നൊക്കെ വലിയ തോതിൽ നികുതി കൂട്ടിക്കഴിഞ്ഞാൽ ചൈനയിൽ നിന്നൊക്കെ കണ്ടമാനം എല്ലാ പ്രോഡക്റ്റുകളും ആപ്പിളാവട്ടെ
ഐഫോണുകളും കാര്യങ്ങളും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും ജപ്പാനിലുള്ള കാറുകളും ജപ്പാൻ്റെ ഹോണ്ടയൊക്കെയായിരുന്നു കുറേ കാലം മുമ്പ് കൂടുതൽ അവിടെ വിറ്റ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല സാധനങ്ങളും അവർ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറക്കുമതി ചെയ്യുന്നതിന് നികുതി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വലിയ തോതിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതാണ് പറയുന്നത്. പക്ഷെ മറിച്ചിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ അമേരിക്കയിലും മാന്ദ്യത്തിൻ്റെ പ്രശ്നങ്ങൾ സൂചനകളുണ്ട്. കാരണം യുദ്ധം നിരന്തരം ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഗസയിലാണെങ്കിലും അതല്ലെങ്കിൽ തന്നെ റഷ്യയോട് ചേർന്ന് കിടക്കുന്ന അസർബൈജാനിലാണെങ്കിലും മറ്റേതോ അതിനോടുള്ള ചേർന്നുള്ള രാജ്യങ്ങൾ, യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇതിന് കോപ്പ് കൂട്ടുമ്പോഴൊക്കെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരത് നികുതികളെ പരിഹരിക്കാമെന്ന് വിചാരിക്കണം. പക്ഷെ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇപ്പം നമുക്കറിയാം കുറേ ഓർഡറുകൾ ബോയിങ്ങിൻ്റെത് ചൈന നിർത്തിവെച്ചു. അവർ 200 എന്ന് പറയുമ്പോൾ ചൈന അതുപോലെ 100 എന്ന് പറയും. 130, 220 എന്ന് പറയുമ്പോൾ 200, അത്രയും നികുതി ഇങ്ങനെ പറയണം. അപ്പോൾ ഈ നികുതി അവർക്ക് ഇഷ്ടമുള്ളവർ കൂട്ടുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയില്ല. വിദഗ്ധന്മാരുണ്ടാവും, പക്ഷേ വിദഗ്ധന്മാരുടെ ഉപദേശം കേൾക്കാത്തതുകൊണ്ടോ മറ്റെന്തെങ്കിലും ഉദ്ദേശം നമുക്കറിയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമല്ല അമേരിക്ക എന്ന് എല്ലാവർക്കും അറിയാം. അമേരിക്ക എക്സ്പോർട്ട് ചെയ്യുന്നില്ല കാര്യമായിട്ട്. അതേസമയത്ത് അമേരിക്ക ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ മരുന്നുകളൊക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകളാണ് ഈ സൺ ഫാർമ, അതുപോലെ തന്നെ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികൾ കൊണ്ടുപോയിട്ട് പലപ്പോഴും അവരുടെ പാക്കേജിൽ സനോഫി പോലുള്ള പേരിലൊക്കെ ഇറക്കുന്നുണ്ട്. അതല്ലാതെ ഈ പേരിലും ഇറക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ടൈപ്പ് ഉണ്ടാക്കി അവരുടെ ഇതിൽ ലേബലിൽ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് അവർക്ക് ചെയ്യാൻ നിയമപരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഈ അവിടുത്തെ കോസ്റ്റും കാര്യങ്ങളും വെച്ചിട്ട് അവർക്ക് ലാഭം കുറയും. അപ്പോൾ ഇന്ത്യനെ ആശ്രയിക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് തന്നെ കൂടുതലും മരുന്നുകൾ ശരിക്കും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളിലും. അതിൽ അമേരിക്കയും നല്ല ശതമാനം കൊണ്ടുപോയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ, ഡിവൈസുകളൊക്കെ നമുക്കറിയാം ചൈനയിലാണ് അത് നിർമ്മിക്കുന്നത്. അപ്പോൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥിതി തന്നെയാണ് അതിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല സാധനങ്ങളും ജപ്പാൻ കാറുകളൊക്കെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ചൈനീസ് കാറുകളും അമേരിക്കൻ കാറുകളും അപേക്ഷിച്ച് അവർ സാധാരണ അമേരിക്കൻ പൗരന്മാർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ നികുതി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സാധാരണക്കാരന് മുട്ടയുടെ വില അടക്കം കൂടി എന്ന് പറയുന്നത് സാധാരണക്കാരൻ അതൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരന് എന്ത് ചെയ്യാൻ പറ്റില്ല, താങ്ങാൻ പറ്റില്ല. അപ്പോൾ കാര്യങ്ങൾ ഇതുവരെ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. തൽക്കാലം മാർക്കറ്റിൽ ഇങ്ങനെ ഈ അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോൾ അതിൽ യുദ്ധഭീതിയും മറ്റ് പല കാര്യങ്ങളും ഇങ്ങനെ നിലനിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ആളുകൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ ഒരു സേഫ് ഹാവൺ ആണെന്ന് വെച്ചിട്ട് സത്യത്തിൽ അത് അങ്ങനെയാണ് സ്വർണത്തിലേക്ക് മാറും. അങ്ങനെ സ്വർണത്തിൻ്റെ വില വർദ്ധിക്കും. ആളുകൾ അത് ട്രേഡ് ചെയ്യുന്നവർ ചെയ്യും, അല്ലാത്തവർ നിക്ഷേപിക്കും. പക്ഷേ നേരത്തെ നിക്ഷേപിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അത് വലിയ ഒരു തുകയായി മാറിയിട്ടുണ്ടാവുന്ന നിങ്ങൾക്ക് തന്നെ കണക്കുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം. ഞാൻ പുണ്യകുളം സൈനുദ്ദീൻ, സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.